നമസ്കാരം. ദി ആർട്ട് ഓഫ് നിഷയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ജന്മാഷ്ടമി ആശംസകൾ. നോർത്ത് ഇന്ത്യയിൽ ഈ വർഷം ഓഗസ്റ്റ് 16-നാണ് ജന്മാഷ്ടമി ആഘോഷിക്കുന്നത്. അതിനാൽ ഇന്ന് വെണ്ണക്കണ്ണനെ വരയ്ക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ സ്കെച്ചിങ് ആണ് ഇന്ന് ചെയ്യുന്നത്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി തന്നെ കാണണം. കൃഷ്ണന്റെ ജനനത്തെ പറ്റിയാണ് ഇന്ന് പറയുന്നത്. പുരാതന ഇന്ത്യയിലെ പ്രമുഖ രാജവംശമായ യാദവ വംശത്തിലാണ് കൃഷ്ണൻ ജനിച്ചത്. യാദവ രാജകുടുംബത്തിലെ അംഗങ്ങളായ വസുദേവരും ദേവകിയുമായിരുന്നു അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ. ദേവകിയുടെ സഹോദരനായ കംസൻ തന്റെ പിതാവായ ഉഗ്രസേന മഹാരാജാവിനെ തുറുങ്കിലടച്ച് സിംഹാസനം പിടിച്ചെടുക്കുന്നു. അതിനുശേഷം തൻ്റെ സഹോദരിയുടെ വിവാഹം വസുദേവരെ കൊണ്ട് നടത്തുന്നു. ദേവകിയുടെയും വസുദേവരുടെയും 8ാമത്തെ പുത്രൻ കംസന്റെ മരണത്തിന് കാരണമാകും എന്ന അശരീരി വിവാഹശേഷം ഉണ്ടായി. ഈ പ്രവചനം സത്യമാവാതിരിക്കാൻ കംസൻ ദേവകിയെയും വസുദേവരെയും തടവിൽ പാർപ്പിച്ചു. ദേവകിയുടെ 6 കുട്ടികളെയും കംസൻ കൊന്നൊടുക്കി. 7ാമത്തെ കുഞ്ഞിനെ ദേവകിയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ദൈവശക്തിയാൽ വസുദേവന്റെ ആദ്യ ഭാര്യയായ രോഹിണിയുടെ ഗർഭത്തിലേക്ക് മാറ്റി. വസുദേവരുടെയും ദേവകിയുടെയും മുന്നിൽ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ട് ഞാൻ തന്നെയാണ് 8ാമത്തെ കുഞ്ഞായി ജനിക്കുന്നതെന്നും ജനിച്ച ഉടനെ എന്നെ ഗോകുലത്തിലേക്ക് കൊണ്ടുപോകണമെന്നും അറിയിച്ചു. അർദ്ധരാത്രി കൃഷ്ണൻ ജനിച്ചു. ജയിലിന്റെ വാതിലുകൾ തനിയെ തുറന്നു. കൃഷ്ണനെ ഒരു കൊട്ടയിൽ എടുത്തുകൊണ്ട് കൊടുങ്കാറ്റും പേമാരിയുമുള്ള ആ രാത്രിയിൽ വസുദേവൻ യമുനാ നദി മുറിച്ചു കടക്കുമ്പോൾ അത് 2ആയി പിളർന്നു. അവർക്ക് വഴി കാണിച്ചു കൊടുത്തു. ശേഷ എന്ന സർപ്പം കൃഷ്ണനെ മഴയിൽ നിന്ന് രക്ഷിക്കാൻ പത്തി വിടർത്തി അനുഗമിച്ചു. വസുദേവൻ യശോദയുടെയും നന്ദഗോപരുടെയും വീട്ടിലെത്തിയപ്പോൾ അവർക്ക് ഒരു പെൺകുഞ്ഞ് പിറന്നിരുന്നു. വസുദേവൻ കൃഷ്ണനെ അവിടെ കിടത്തി പെൺകുട്ടിയുമായി മധുരയിലേക്ക് മടങ്ങി. കുഞ്ഞ് ജനിച്ച വിവരം അറിഞ്ഞ കംസൻ കുഞ്ഞിനെ കൊല്ലാനായി പാഞ്ഞെടുത്തു. പുത്രന് പകരം പുത്രിയെ കണ്ടപ്പോൾ കംസൻ ഞെട്ടിപ്പോയി. കംസൻ കുഞ്ഞിനെ കൊല്ലാനായി എടുത്തുയർത്തിയപ്പോൾ കംസന്റെ കയ്യിൽ നിന്നും കുഞ്ഞ് തെന്നിമാറി. അത് യോഗമായ എന്ന ദേവിയായി പ്രത്യക്ഷപ്പെട്ടു. നിന്റെ അന്തകൻ ഇതിനകം മറ്റൊരിടത്ത് ജനിച്ചിട്ടുണ്ടെന്ന് പ്രഖ്യാപിച്ചു. അത് കേട്ട കംസൻ കോപാകുലനായി. യോഗമായയുടെ പ്രഖ്യാപനത്തിന് ശേഷം ഭയന്ന കംസൻ ആ രാജ്യത്തുള്ള എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊല്ലാനായി കൽപ്പിച്ചു. അതിനായി അയാൾ നിരവധി രാക്ഷസന്മാരെ 4 പാടും അയച്ചു. പല രാക്ഷസന്മാരെയും രാക്ഷസികളെയും കൃഷ്ണനെ കൊല്ലാനായി അയച്ചെങ്കിലും അതെല്ലാം കള്ളകൃഷ്ണൻ പൊളിച്ചടുക്കി. ബാല്യകാലത്ത് തന്നെ കംസന്റെ സ്വേച്ഛാധിപത്യത്തിൽ നിന്ന് അദ്ദേഹം ഗ്രാമീണരെ രക്ഷിച്ചു. പ്രവചനം നടന്നതുപോലെ അദ്ദേഹം പിന്നീട് കംസനെ കൊല്ലുകയും ചെയ്തു. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം.
നന്ദി, നമസ്കാരം. താങ്ക് യു.